ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡീമൺ സ്ലേയറിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൺ അല്ലെങ്കിൽ മെയിൻ വില്ലൻ ആയിട്ടുള്ള നമ്മുടെ മൂസാൻ കിബിസൂജിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ആരാണ് ഇവൻ, ഇവൻ്റെ പവേഴ്സ് എന്താണ്, ഇവൻ എങ്ങനെയാണ് ഡീമൺ ആയത്, ആൻഡ് ഇവൻ്റെ ലക്ഷ്യം എന്താണ്, അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്പോയിലർ അലേർട്ട്, അതായത് അടുത്ത സീസണിൻ്റെ ചില സ്പോയിലേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മൂസാൻ ജനിക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഡീമൺ സ്ലേയർ സ്റ്റോറി നടക്കുന്നത്. സോ അതിന് 1000 വർഷം മുമ്പാണ് ഈ മൂസാൻ ജനിക്കുന്നത്. സോ ഇവൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു രോഗത്തോടെയാണ് ജനിച്ചത്. അതായത് നമ്മുടെ ഈ ഒരു ഒബേസുക്കി ക്ലാനിലാണ് ഇവൻ ഉൾപ്പെടുന്നത്. അതായത് ഒബേസുക്കി നമുക്ക് അറിയാമല്ലോ, ഇപ്പം ഡീമൺ സ്ലേയേഴ്സിൻ്റെ ലീഡറിനെ തന്നെ അറിയില്ല, അദ്ദേഹത്തിൻ്റെ ബോഡിക്കൊക്കെ ഒരു ഡിസീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസീസാണ് നമ്മുടെ മൂസാനുള്ളത്. ആ ക്ലാനിൽപ്പെട്ട ആളാണ് മൂസാൻ. അപ്പോൾ ഒരുപാട് വർഷം മൂസാൻ ജീവിച്ചിരിക്കില്ല, ഒരു 20-25 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൂസാനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂസാനെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ബ്ലൂ സ്പൈഡർ ലില്ലി എന്നൊരു ചെടി ഉപയോഗിച്ച് നമ്മുടെ മൂസാനെ ചികിത്സിക്കാൻ നോക്കും. ബട്ട് അത് യൂസ് ചെയ്തിട്ട് മൂസാൻ്റെ ബോഡിക്ക് ഒരു മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ ഇത് കാരണം ഇവൻ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ഇങ്ങനെ കത്തിയെടുത്ത് ഈ ഡോക്ടറിനെ അങ്ങോട്ട് കൊന്നുകളയും. എന്നാൽ ഡോക്ടർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മൂസാൻ്റെ ബോഡിയിൽ ചില ചേഞ്ചസ് വരുന്നത്. അതായത് ഇവൻ്റെ ബോഡി പയ്യെ സ്ട്രോങ് ആവാനും, അതായത് ഇവൻ്റെ ബോഡിയിൽ വലിയൊരു ചേഞ്ച് വരികയാണ്, നല്ല മസിൽ വരികയാണ്, എല്ലാം ഇവൻ്റെ രോഗമൊക്കെ ക്യൂർ ആവുകയാണ്. സോ അങ്ങനെ മൂസാൻ ഒരു ഡീമണായിട്ട് മാറുകയാണ്. ആൻഡ് ഈ ഡീമണായി മാറിക്കഴിഞ്ഞപ്പോൾ മൂസാൻ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് വരികയാണ്. അതായത് ഇവനെ കൊണ്ട് സൺലൈറ്റിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാറ്റാൻ പറ്റുന്ന ഒരാളായിരുന്നു വെച്ചാൽ ഡോക്ടറാണ്. ആ ഡോക്ടറിനെയാണ് ഇവൻ കൊന്നു കളഞ്ഞത്. അപ്പോൾ അതിനുശേഷം തൊട്ട് നമ്മുടെ മൂസാൻ ഈ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലിയെ തേടി നടക്കാൻ തുടങ്ങി, കാരണം ഇവനെ ക്യൂർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇങ്ങനെയാണ് മൂസാൻ ഡീമണായിട്ട് മാറുന്നത്. പിന്നീട് കഴിഞ്ഞ ഒരു 1000 വർഷമായിട്ട് നമ്മുടെ മൂസാൻ ഈ ഒരു ബ്ലൂ സ്പൈഡർ ലില്ലിയെ തേടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവനെ ക്യൂർ ചെയ്യാനുള്ള വരികൾ ഇവൻ തേടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇവനൊരു മാർഗവും കിട്ടിയില്ല. ആൻഡ് ഈ ഒരു ഇടയിലാണ് മൂസാൻ വന്ന് നിറയെ ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് അപ്പർ മൂൺ ഡീമൺസ് ആൻഡ് ബാക്കിയുള്ള ഡീമൺസ് ഒക്കെ ഇല്ലേ. അപ്പോൾ എന്തിനു മൂസാൻ ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ ഇവിടെ തന്നെ ഡീമൺ സ്ലേയേഴ്സ് ഇല്ലേ, സോ അവരെ കൂടെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയൊക്കെയാണ് ഇവൻ പ്രധാനമായിട്ടും ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഈ ഒരു സമയമാണ് നമ്മുടെ മൂസാൻ യൊറീച്ചയെ കണ്ടുമുട്ടുന്നത്. സോ യൊറീച്ചയുമായിട്ട് മൂസാൻ ഒരു ഫൈറ്റ് എടുക്കും. ആ ഫൈറ്റിൽ യൊറീച്ച ആൾമോസ്റ്റ് മൂസാനെ കൊല്ലും. ആൻഡ് ജസ്റ്റ് മിസ്സിനാണ് പയ്യൻ രക്ഷപ്പെടുന്നത്. അതിനുശേഷം മൂസാൻ നേരെ ചെന്ന് ഒരു ഇൻഫിനിറ്റി കാസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, വെളിയിറങ്ങൂല. മറിച്ച് ഡീമൺസിനെയാണ് വിട്ടുകൊണ്ടിരുന്നത്, കാരണം യൊറീച്ചയെ പേടിച്ചിട്ട്, കാരണം യൊറീച്ച വേറെ ലെവലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൂസാൻ്റെ ഒരു കഥയിനൊക്കെ പോകുന്നത്. ആൻഡ് പിന്നീട് ഇവനൊരു മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ഡീമൺസ് സൺലൈറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഡീമൺസിൻ്റെ അബ്സോർവ് ചെയ്യാൻ ഒരു പ്ലാൻ ഇവനുണ്ടായിരുന്നു. ബട്ട് അത് ഇതുവരെയായിട്ട് നടന്നില്ല. ബട്ട് ഇപ്പോഴാണ് നമ്മുടെ നെസുക്കോ ആ ഒരു സൺലൈറ്റിനെ കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ മൂസാൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെസുക്കയെ പിടിക്കണമെന്നൊരു ടാർഗറ്റാണ്. സോ ഇവന് മെയിനായിട്ട് ഇമ്മോർട്ടലായിട്ട് ഇരിക്കണം, ഒരു പ്രശ്നവും സൺലൈറ്റിന് പോകണം. ആൻഡ് ഇവന് ഒരു ഇഷ്യൂവും വരാതെ ഇവനിരിക്കണം. അതാണ് ഇവൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇപ്പോഴാണ് നമ്മുടെ മൂസാൻ വെളിയിൽ ഇറങ്ങുന്നത്. അതായത് മെയിനായിട്ടൊരു ഫൈറ്റിനൊക്കെ മൂസാൻ ഇറങ്ങുന്നത് ഇപ്പോഴാണ്, കാരണം നെസുക്കയെ പിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആൻഡ് ആ മൂസ പറഞ്ഞ സീനൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് ഇനി അടുത്ത സീസണിലാണ് ഇൻഫിനിറ്റി കാസ്റ്റിൽ വരാൻ പോകുന്നത്. അതിലാണ് ഇനി വേറെ ലെവൽ ഫൈറ്റൊക്കെ വരാൻ പോണത്. അപ്പോൾ ഇതൊക്കെയാണ് മൂസാൻ്റെ മെയിനായിട്ടുള്ളൊരു ഒറിജിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് മൂസാൻ്റെ പവേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഇപ്പോൾ മൂസാൻ വന്ന് മെയിനായിട്ട് ഡീമൺസിൻ്റെ കിങ് ആയിട്ടുണ്ട്. ഇവൻ ബാക്കിയുള്ള ഡീമൺസിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. മെയിനായിട്ട് ഇവൻ്റെ സ്ട്രെങ്ത്, സ്പീഡ്, ഡ്യൂറബിലിറ്റി, സ്റ്റാമിന, അജിലിറ്റി, റിഫ്ലക്സസ് ഇതെല്ലാം വേറെ ലെവലിലിരിക്കുക. ആൻഡ് അത് മാത്രമല്ല നമ്മുടെ മൂസാന് വന്ന് ടോട്ടലി ഒരു 7 ഹാർട്ടുണ്ട് ആൻഡ് ഒരു 5 ബ്രെയിനും ഇവനുണ്ട്. ആൻഡ് ഇവനെ കൊണ്ട് ഇവൻ്റെ ബോഡിയിൽ തന്നെ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവൻ്റെ ബോഡിയിൽ തന്നെ ഇവന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് മാത്രമല്ല ഇവ ഒരു ജീനിയസ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. നല്ല ഇൻ്റലിജൻസ് ഉണ്ട്, നല്ല നോളജ് ഉണ്ട്, ഒരു 1000 വർഷത്തെ നോളജ് ഇവനുണ്ട്. ആൻഡ് ഇവന് നല്ല ഫൈറ്റിംഗ് സ്കിൽസ് ഉണ്ട്, അതായത് കോമ്പാറ്റ് സ്കിൽസും എക്സ്പീരിയൻസൊക്കെ വേറെ ലെവലിലിരിക്കും. ആൻഡ് അത് മാത്രമല്ല മൂസാനെ കൂടി ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡീമൺസിനെ കൺട്രോൾ ചെയ്യാൻ എബിലിറ്റി ഇവനുണ്ട്. പിന്നെ മെയിനായിട്ട് മൂസാന് റീജനറേഷൻ എബിലിറ്റി ഉണ്ട്. ഇവിടെ തല വെട്ടിയാലും കാല് വെട്ടിയാലും ഇവന് റീജനറേറ്റ് ആയിട്ട് വെളിയിൽ വരും. അത്രത്തോളം പവർഫുൾ റീജനറേഷൻ ഉണ്ട്. പിന്നെ വന്ന് ഓഫ് കോഴ്സ് ഇൻഫിനിറ്റി കാസ്റ്റൽ. സോ ഇതിലാരെങ്കിലും പെട്ടുപോയാൽ അവിടെ നിന്ന് വെളിയിൽ വരുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. അവിടെ ഇട്ട ആൾക്കാരെ ഇവൻ എന്ത് വേണേൽ ഇവന് ചെയ്യാൻ പറ്റും. സോ അത്രത്തോളം പവർഫുള്ളാണ് ഇൻഫിനിറ്റി കാസ്റ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഇവൻ്റെ ഫൈറ്റ് സ്കിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടിരിക്കും. ഹർഷരാസിൻ്റെ കൂടെ തന്നെ ഇവന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അത്രത്തോളം സ്കിൽസ് നമ്മുടെ മൂസാനുണ്ട്. ആൻഡ് പിന്നെ വന്ന് മൂസാൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ സൺലൈറ്റാണ്. അതാണ് ഇവൻ്റെ മെയിൻ വീക്ക്നെസ്. ഇവനെ കൊല്ലാനുള്ള ഒരു വരി എന്ന് പറയുന്നത് സൺലൈറ്റാണ്. അത് മാത്രമല്ല സൺ ബ്രീത്തിങ് ടെക്നിക്കില്ല, അത് മൂസാൻ ഒരു വീക്ക്നെസ്സാണ്. കാരണം അത് കൊണ്ട് ഇവൻ്റെ ബോഡി റീജനറേറ്റ് ആവില്ല. നമ്മുടെ യൊറീച്ചി
ആർക്കൊക്കെ കഴിഞ്ഞ് അവന് കിട്ടിയിട്ടുണ്ട് സൺ ബ്രീത്തിങ് ടെക്നിക്കിന് വെച്ചുള്ള ഒരു അടി. അത് മാത്രമല്ല യൊറീച്ചിയും എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൂസാൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ്. അപ്പോൾ ആർക്കൊക്കെ മൂസാൻ ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ അടുത്ത ഇൻഫിനിറ്റി കാസ്റ്റിന് വേണ്ടി ആരൊക്കെ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്.